Hello and Namaste. This is National Democratic Conference. നായന്മാരുടെ പൂർവചരിത്രം എന്ന 2 ഭാഗങ്ങളുള്ള പുസ്തകത്തെ ഈടാക്കി നമ്പൂതിരിമാർ ഒഴികെയുള്ള ഹിന്ദു സ്ത്രീകളെ വ്യാപകമായി അധിക്ഷേപിക്കുവാൻ മുന്നിട്ടിറങ്ങിയ ഒരാളാണ് കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരി. നായന്മാരുടെ പേര് പറഞ്ഞ് മറ്റു ഹിന്ദു ജാതികളെ അധിക്ഷേപിക്കലായിരുന്നു ഇയാളുടെ പ്രധാന ഉദ്ദേശ്യം. ഈ സത്യമറിയാതെയാണ് പലരും ആ പുസ്തകത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കണിപ്പയ്യൂരിൻ്റെ പുസ്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുവാൻ ശ്രമിക്കുന്നവർ ചില പ്രത്യേക പാരമ്പര്യക്കാരാണ്. അതായത് സ്വന്തം അനിയൻ്റെ അച്ഛനായവർ, സ്വന്തം അപ്പൻ്റെ പേര് നറുക്കിട്ട് തിരഞ്ഞെടുത്തവർ, സ്വന്തം അമ്മാവിൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തവർ, സ്വന്തം മൂത്ത മകളെ വിവാഹം ചെയ്തവർ, മരണാസന്നയായ വൃദ്ധകളെ മാനഭംഗം ചെയ്തവർ, തുറമുഖങ്ങളിൽ നിന്നും പൂച്ചക്കണ്ണുകൾ സമ്പാദിച്ചവർ എന്നിങ്ങനെയൊക്കെയാണ് അവരുടെ പൂർവകാല ചെയ്തികൾ. പണ്ട് ഒരു ചൊല്ലുണ്ട്, അതായത് ആനമൂത്രം കണ്ട് പൊതിച്ചോറഴിച്ചവർ എന്ന്. അതായത് പണ്ടൊരു സഞ്ചാരിക്ക് തൻ്റെ യാത്രാമധ്യേ വിശപ്പ് അനുഭവപ്പെട്ടു. വഴിയിലൊന്നും നീർച്ചാലുകളോ നീരുറവകളോ കണ്ടില്ല. ഭക്ഷണം കഴിച്ച ശേഷം കുടിക്കാനും കൈ കഴുകുവാനും വെള്ളം ആവശ്യമാണല്ലോ. അപ്പോഴാണ് വഴിയിൽ ഒരിടത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ സഞ്ചാരി അവിടെ ഇരുന്ന് പൊതിച്ചോറഴിച്ച് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് കുടിക്കാനും കൈ കഴുകാനുമായി പോയി നോക്കിയപ്പോൾ നേരത്തെ അവിടെ കെട്ടിക്കിടുന്ന വെള്ളം കണ്ടില്ല. അത് വെള്ളമല്ല, വെറും ആനമൂത്രം ആയിരുന്നു. അത് പെട്ടെന്ന് പറ്റിപ്പോയി. ഹേ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരെ, അതുപോലെയാണ് നിങ്ങളുടെ അധിക്ഷേപ പുസ്തകം. അത് പെട്ടെന്ന് വറ്റി വരണ്ടു പോകും. നിങ്ങളുടെ അധിക്ഷേപ പുസ്തകം നമ്മൾ പൊളിച്ചടുക്കി നിങ്ങളുടെ കയ്യിൽ തരും. അത് നിങ്ങൾക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ പഠിപ്പിച്ചു തരും. ഈ വീഡിയോ സീരീസിൽ നമ്മൾ റഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ്. 1. നായർ നമ്പൂതിരിമാരും തെലുങ്ക് നമ്പൂതിരിമാരും. 2. നായർ നമ്പൂതിരി ബന്ധവും സംബന്ധവും. 3. കണിപ്പയ്യൂർ അധിക്ഷേപിച്ച ഹിന്ദു ജാതികളുടെ പട്ടികയും അധിക്ഷേപവും. 4. പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിൽ കണിപ്പയ്യൂർ നടത്തുന്ന നായർ പ്രശംസകൾ. 5. കണിപ്പയ്യൂരിൻ്റെ മറ്റു കൃതികളിലെ നായർ വാഴ്ത്തലുകൾ. നായർ നമ്പൂതിരിമാരും അഥവാ മലയാള ബ്രാഹ്മണരും തെലുങ്ക് നമ്പൂതിരിമാരും അഥവാ ആഠ്യ ബ്രാഹ്മണർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. കേരളത്തിൽ നായന്മാരുടെ ഇടയിലെ ബ്രാഹ്മണർ ആയിരുന്നു ബ്രാഹ്മണപിള്ള, പോറ്റിയാർ, ഇളയത്, അടികൾ, നമ്പ്യാതിരി തുടങ്ങിയവർ. ഇവർ ശാക്തേയവും തന്ത്രമാർഗങ്ങളും പിന്തുടർന്നവർ ആയിരുന്നു. ഇവർ യുദ്ധത്തിന് പോകാറില്ല. യുദ്ധദേവതയെ പൂജിക്കലും യുദ്ധത്തിന് അനുമതി കൊടുക്കലുമായിരുന്നു ഇവരുടെ കർത്തവ്യം. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നായന്മാരുടെ വിധവകളുടെയും മക്കളുടെയും സംരക്ഷണ ചുമതല ഇവർക്കായിരുന്നു. സംബന്ധം എന്ന ആചാരത്തിൻ്റെ തുടക്കം തന്നെ യുദ്ധാനന്തര സാഹചര്യങ്ങളായിരുന്നു. ഈ നായർ ബ്രാഹ്മണരെ മലയാള ബ്രാഹ്മണരെന്നും അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ ഇല്ലം അല്ലെങ്കിൽ ഇടം അല്ലെങ്കിൽ മഠം എന്നും വിളിച്ചിരുന്നു. ഇവർ വേദം പഠിച്ചിരുന്നില്ല, പകരം തന്ത്രമാണ് പഠിച്ചിരുന്നത്. നായർ ബ്രാഹ്മണരായ ഇളയത്, പോറ്റിമാർ എന്നിവർ മറ്റു നായന്മാരെ കൊണ്ട് അവരെ ഇളയച്ചൻ എന്ന് നിർബന്ധമായും വിളിപ്പിച്ചിരുന്നു. തെലുങ്ക് നമ്പൂതിരിമാർ 8ാം നൂറ്റാണ്ടിൽ ആന്ധ്രയിൽ നിന്നും കർണാടക വഴി കേരളത്തിൽ പ്രവേശിച്ച തെലുങ്ക് ബ്രാഹ്മണരും പിന്നീട് നമ്പൂതിരിമാർ എന്നറിയപ്പെട്ടു. ഇവരുടെ സ്വദേശം ഉത്തരേന്ത്യയിലെ സിന്ധു ദേശം അഥവാ സിന്ധ് ആണ്. 5ാം നൂറ്റാണ്ടിൽ ഇവർ ഗുജറാത്ത് വഴി വിന്ധ്യപർവ്വതം കടന്ന് ഗോദാവരി തീരത്തെത്തി. എന്നാൽ 3 നൂറ്റാണ്ടിന് ശേഷം അവിടെ നിന്നും പലായനം ചെയ്ത് കേരളത്തിൽ എത്തി. ഇവരുടെ മാതൃഭാഷ തെലുങ്ക് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ നമ്പൂതിരി ഭാഷയ്ക്ക് മറ്റു മലയാള ഭാഷാ പദങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉള്ളത്.
ഇവരുടെ താമസ സ്ഥലത്തിന് തെലുങ്കിൽ വീട് എന്നർത്ഥമുള്ള മന എന്നാണ് പറയുക. വിവാഹത്തിന് തെലുങ്ക് പദമായ വേളി എന്നാണ് പറയുന്നത്. കാലക്രമേണ ഇവർ മലയാള ബ്രാഹ്മണരായ നായർ നമ്പൂതിരിയുമായി ചേർന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ ഇവരുടെ പേരുകൾ വച്ച് ഇവരെ തിരിച്ചറിയുവാൻ എളുപ്പമായിരുന്നു. ഉദാഹരണം ശ്രീകണ്ഠരര്, ശങ്കരര്, ഗോവിന്ദര്, മഹേശ്വരര്, അപ്പൻ, ഓപ്പോൾ, പാപ്പോൾ തുടങ്ങിയവ. പക്ഷേ ഇവർ മലയാള ബ്രാഹ്മണരിൽ നിന്ന് വ്യത്യസ്തർ എന്ന് അറിയിക്കുവാൻ സ്വയം ആഢ്യ ബ്രാഹ്മണർ എന്ന് വിശേഷിപ്പിച്ചു. നായർ ബ്രാഹ്മണരുടെ പേരായ നമ്പിതിരു അഥവാ നമ്പിശ്രീ അഥവാ നമ്പിതിരി എന്നത് നമ്പൂതിരി എന്ന് പരിണമിച്ചു. സിന്ധിൽ നിന്നും തെലുങ്ക് നാട്ടിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും കുടിയേറിയ ഈ ആഢ്യ ബ്രാഹ്മണർ എന്ന് പറയപ്പെടുന്നവരും കാലക്രമേണ നമ്പൂതിരിയായി മാറി. എന്നാലും ഇവർക്ക് മറ്റ് ദേശങ്ങളിലെ ബ്രാഹ്മണരുടെ ആചാരങ്ങൾ അല്ല ഇവർ പിന്തുടരുന്നത്. പകരം നായർ നമ്പൂതിരിമാരുടെ ആചാരങ്ങളാണ് ഇവർ പിന്തുടരുന്നത്. ഇവരിൽ 10% പേർക്ക് പോലും വേദാധികാരം ഇല്ല. ഇവർ തന്ത്രമാർഗം പിന്തുടരുന്നു. ഇവർ സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചിരുന്നില്ല. ഇവരുടെ പൂണൂൽ വ്യത്യസ്തമാണ്. ഇവരുടെ വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്. ഇവർ ശൈവർ, വൈഷ്ണവർ, ശാക്തേയർ എന്ന് വേർതിരിയാതെ എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ നാഗത്തെ ആരാധിക്കുന്നു. ഇവർ ബ്രഹ്മരക്ഷസിനെ ആരാധിക്കുന്നു. ഇവർ കാവുകളിൽ ആരാധന നടത്തുന്നു. ഇവർ വേട്ടയ്ക്കൊരു മകനെയും ശാസ്താവിനെയും ഗന്ധർവനെയും ആരാധിക്കുന്നു. അതായത് കേരളത്തിൽ ഇപ്പോഴുള്ള നമ്പൂതിരിമാരിൽ വേദാധികാരമുള്ളവരായ 10% പേരെ മാറ്റി നിർത്തിയാൽ ബാക്കി 90% പേരും മലയാള ബ്രാഹ്മണരായ നായർ നമ്പൂതിരിമാർ തന്നെയാണ്. റെഫറൻസസ് നമ്മൾ ഇതിൽ പ്രൈമറി റെഫറൻസ്, സെക്കൻഡറി റെഫറൻസ് ആൻഡ് ടെർഷറി റെഫറൻസസ് എന്ന രീതിയിൽ 3 തരത്തിൽ റെഫറൻസസ് എടുത്തിട്ടുണ്ട്. അതിൽ പ്രൈമറി റെഫറൻസസ് ഗസറ്റിയർ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ്, ഡച്ച് റെക്കോർഡ്സ് ഓഫ് ദി മദ്രാസ് ഗവൺമെൻറ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെക്കോർഡ്സ്, ഹിസ്റ്ററി ഓഫ് കേരള ഫ്രോം ദ നോട്ട്സ് ഓഫ് വിസിറ്റേഴ്സ് ലെറ്റേഴ്സ് ഫ്രോം മലബാർ, കേരള അലക്സാണ്ടർ ആൻഡ് പൂരു ഇൻ ടെമ്പിൾസ്, History of Hyder Shah alias Hyder Ali Khan, History of Kerala 1498, etc.